മക്കളെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. +1 വീണ്ടും പഠിച്ചു തുടങ്ങാൻ വേണ്ടി ഒരു അവസരം നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ ഈ വർഷം നിങ്ങൾ എന്താണോ ചെയ്തത് അത് തന്നെയായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ബെറ്റർ ആക്കാൻ ശ്രമിക്കുക. ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, എങ്ങനെയാണ് നിങ്ങൾ ബെറ്റർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ എന്തായാലും ഒരു കാര്യത്തായിരിക്കും, സർ ഞാൻ ഡെയിലി അല്ലെങ്കിൽ നേരത്തെ തന്നെ ഞാൻ പഠിച്ചു തുടങ്ങും. ഈ എക്സാമിൻ്റെ ടൈമിലുള്ള ഈ തത്രപ്പാടിൽ ഞാൻ നിൽക്കില്ല, ഞാൻ നേരത്തെ പഠിച്ചു തുടങ്ങും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലെ കമൻറ്റിൽ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇട്ടില്ലെങ്കിലും തലമണ്ടയിലേക്ക് അത് കയറ്റിക്കോളൂ. കാരണം +2 അത് ഭയങ്കര ഒരു ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം +2 +1 പോലെ ആണ്, ഈവൻ കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ് വേണം പറയാം. കാരണം എന്താണ്, സിലബസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാവും. പക്ഷെ അതല്ല മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരുന്നുണ്ട്. പ്രാക്ടിക്കൽ ചെയ്യാൻ കുറേ സമയം പോകും. മാത്രമല്ല പ്രാക്ടിക്കൽ എക്സാം നിങ്ങളുടെ ഇപ്പോൾ +2കാരുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ല സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ആ സാധനം വരും. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം നിങ്ങൾക്ക് +2ൻ്റെ പബ്ലിക് എക്സാമിൻ്റെ കൂടെ ആയിരിക്കും +1 ഉണ്ടാവുക. അതുകൂടാതെ പബ്ലിക് എക്സാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും +2 വരും. ഇതൊക്കെ കൂടാതെ നിങ്ങൾ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും വരുന്നതായിരിക്കും. ഇപ്പോൾ നീറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീമിനോ JEEക്കോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഒക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ആയിരിക്കും വരാൻ. JEE ആക്ച്വലി ഇടയിലാണ് വരിക, നീറ്റും കീമൊക്കെ തൊട്ട് കഴിഞ്ഞിട്ട് എൻ്റെ വരാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരിക്കലും പരീക്ഷയുടെ സമയത്ത് പഠിക്കുന്നതിലൊരു സൊല്യൂഷൻ അല്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. ഇനി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ മക്കളെ. അപ്പം നെക്സ്റ്റ് ഇയർ നിങ്ങൾ +2ൽ കയറുമ്പോൾ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തുക. ഡെയിലി പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നല്ല റിലയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾ പണി പാടും. അത് സ്കൂളിലെ ക്ലാസ് നിങ്ങൾക്ക് റിലയബിൾ ആണെങ്കിൽ നിങ്ങൾ അത് മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് തന്നെ ഞാൻ പറയാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിൽ എക്സാമിനറിന് ഓഫർ ചെയ്യാനുള്ള സൊല്യൂഷനാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മുടെ +2 ഉയരെ ബാച്ച് ഓൾറെഡി നമ്മൾ പ്രൂവണാണ്. നമ്മുടെ റിസൾട്ട്സ്, നമ്മുടെ ക്ലാസ്സിൻ്റെ സ്റ്റൈല് എല്ലാം നമ്മുടെ ഉയരെ ബാച്ചിൽ പ്രൂവണാണ്. ഈ ഉയരെ ബാച്ചിൻ്റെ നെക്സ്റ്റ് ഇയറിലെ +2 ഉയരെ ബാച്ചിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങളിലേക്ക് നേരെ ഞാൻ കടക്കാൻ പോവുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ഇയറിലെ +2 ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് എന്തൊക്കെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇതിൽ വലിയൊരു മാറ്റം നമ്മൾ വരുത്തിയത് ഈ വർഷത്തെ +1 ബാച്ചിൻ്റെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി ഒരു വലിയൊരു മാറ്റം നമ്മൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളെ നമ്മൾ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന റെക്കോർഡ് ക്ലാസ് ആണ്. അഡീഷണലി നമ്മൾ ഡൗട്ട് സോൾവിങ്ങിന് വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ലൈവ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇയർ മുതൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മുടെ എല്ലാ ചാപ്റ്ററിൻ്റെയും മെയിൻ ആയിട്ട് ക്ലാസ് നമ്മുടെ ലൈവ് ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ചാപ്റ്റർ ലൈവ് ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കാം, സമയം ഓവർ വേസ്റ്റ് ചെയ്യാതെ. ഇപ്പോൾ പലപ്പോഴും റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരു ചാപ്റ്ററിൽ 6 മണിക്കൂർ 7 മണിക്കൂർ ഉള്ളപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു തീർക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് സ്കൂളുണ്ടാവും, പിന്നെ വേറെ പല കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ വരിക. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് കണ്ട് തീർക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്റ്റാമിന നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ് നമ്മൾ ഫുൾ ചാപ്റ്റർ തീർക്കും, എന്നാൽ പറ്റുന്നത്രയും എഫക്റ്റീവായിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ വെക്കുക. അപ്പോൾ ഓവർ നിങ്ങളുടെ സമയം പോകുന്നതായിരിക്കില്ല. അപ്പോൾ ലൈവ് ക്ലാസ് ഉണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം പിന്നെ റെക്കോർഡ് ക്ലാസ് എടുത്ത് കളഞ്ഞു എന്നല്ല. അപ്പോൾ റെക്കോർഡ് ക്ലാസ് നമ്മുടെ ബാച്ചിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ പഠിക്കണം അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ ചാപ്റ്ററിനെയും റെക്കോർഡ് ക്ലാസ് ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മെയിൻ ആയിട്ട് നമ്മുടെ ക്ലാസ് നെക്സ്റ്റ് ഇയർ എന്തായിരിക്കും, ലൈവ് ക്ലാസ് ആയിരിക്കും. എല്ലാ ചാപ്റ്ററും നമ്മൾ ലൈവ് ക്ലാസ്സിലൂടെ ആയിരിക്കും തീർക്കാൻ പോകുന്നത്. ഈ ലൈവ് ക്ലാസ് മാത്രമല്ല നമ്മുടെ ബാച്ചിൽ ഉണ്ടാവുക, ഓരോ ലൈവ് ക്ലാസ്സും കഴിഞ്ഞിട്ട് അതിൻ്റെ PDF ക്ലാസ് നോട്ട്സ് ഉണ്ടാവും. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സിൻ്റെ PDF ഫുൾ നോട്ട്സ് ഉണ്ടാകുന്നതായിരിക്കും, ലൈവ് ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് ഉണ്ടായിരിക്കും. അത് വെച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ വീണ്ടും വീഡിയോ ക്ലാസ് കണ്ടുകൊണ്ടല്ല റിവൈസ് ചെയ്യേണ്ടത്, ആ നോട്ട്സ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ റിവൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നോട്ട്സ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയില്ലെങ്കിലും അവിടെ പ്രശ്നം വരുന്നില്ല. പിന്നെ ഉള്ളത് PYQ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിന് PYQ സൊല്യൂഷൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടുന്നതായിരിക്കും. ഇതുകൂടാതെ നിങ്ങൾക്ക് മാത്സ് പോലത്തെ സബ്ജക്റ്റിൽ NCERT സൊല്യൂഷൻസും കിട്ടുന്നതായിരിക്കും. ഫിസിക്സിലും സെലക്റ്റഡ് ആയിട്ടുള്ള NCERT ക്വസ്റ്റൻസ് നമ്മൾ ഈ ലൈവ് ക്ലാസ്സിൽ തന്നെ തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഫിസിക്സിൻ്റെ കേസിലൊക്കെ എല്ലാ ക്വസ്റ്റൻസും NCERT പരീക്ഷയിൽ ഒരിക്കലും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വർഷം +1 പബ്ലിക് എക്സാമിനും +2 പബ്ലിക് എക്സാമില്ല ക്രിസ്മസ് എക്സാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സിൽ തന്നെ എടുക്കുന്നതായിരിക്കും. എക്സ്ട്രാ ഉള്ള NCERT സൊല്യൂഷൻസ് മാത്സ് പോലത്തെ സബ്ജക്ട്സിൽ നമ്മൾ തരുന്നതായിരിക്കും. കൂടാതെ PYQ ഒക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യണം, നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, അതുകൂടാതെ നമുക്ക് മോഡൽ എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. ചാപ്റ്റർ കഴിഞ്ഞിട്ട് ചാപ്റ്റർ വൈസ് എക്സാംസ് ഉണ്ടാകുന്നതായിരിക്കും. നിങ്ങൾക്ക് ചാപ്റ്ററിൻ്റെ വർക്ക്ഷീറ്റ് ഉണ്ടാകുന്നതായിരിക്കും. ഈ വർഷത്തെ +1 കുട്ടികൾക്ക് അറിയാം വർക്ക്ഷീറ്റ് ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്ന്. അപ്പോൾ ഓരോ ചാപ്റ്ററും കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക്ഷീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. മാത്രമല്ല നിങ്ങൾ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് നമ്മുടെ +1 ക്രാഷ് കോഴ്സ് ഫ്രീ ആയി കിട്ടും. 2000 രൂപയാണ് +1 ക്രാഷ് കോഴ്സിനുള്ളത്. അതിലൊരു രൂപ പോലും നിങ്ങൾ അടയ്ക്കേണ്ട, നേരത്തെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും കിട്ടുക. ഇത് കൂടാതെ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം, ഫസ്റ്റ് 1000 സ്റ്റുഡൻസിന് മാത്രം നമ്മുടെ കംപ്ലീറ്റ് +2 ബുക്ക് സെറ്റും ഫ്രീ ആയിരിക്കും. അത് ഒരു ബുക്കല്ല, ക്വസ്റ്റ്യൻ ബാങ്ക് അല്ല, കംപ്ലീറ്റ് ബുക്ക്, ഓരോ സബ്ജക്റ്റിൻ്റെയും ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ അത് ആദ്യത്തെ 1000 സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. കാരണം എല്ലാവർക്കും നമുക്കിത് കൊടുക്കൽ ആക്ച്വലി വയബിൾ ആയിരിക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ബാച്ചിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ബാച്ചിൻ്റെ ഫീസ് എല്ലാ വർഷം പോലെ തന്നെ 6000 rupees ആണ്.
ഇതിൽ സ്റ്റഡി മെറ്റീരിയലും ഇൻക്ലൂഡഡ് ആണ്. ഗിവൺ നിങ്ങൾ ഫസ്റ്റ് 1000 സ്റ്റുഡൻസിൽ വരികയാണെങ്കിൽ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഇവിടെ നമ്പർ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്, താഴെയും കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഫോൺ വിളിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ അവിടെ റെഡിയാക്കി വെക്കുക, ബുക്ക് ചെയ്ത് വെക്കുക. അത്രമാത്രം നിങ്ങൾ ചെയ്യേണ്ടുള്ളൂ. ഈ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടുള്ള നിങ്ങൾക്ക് ഉള്ള ഗുണം എന്താണ്? നിങ്ങൾ +1 ക്രാഷ് കോഴ്സിൻ്റെ നമ്മുടെ ഓൺഗോയിങ് ക്രാഷ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ലൈവ്, അതിൻ്റെ PYQ വർക്ക് ഷീറ്റ്, ചലഞ്ചർ ക്വസ്റ്റൻസ്, എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടുന്നതായിരിക്കും. അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ജോയിൻ ചെയ്യുക. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഇയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അത് ആദ്യം മുതൽ തന്നെ നന്നായിട്ട് കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കി ക്ലിയറായി പഠിച്ച് പരീക്ഷകളൊക്കെ എഴുതി പോകേണ്ട ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പങ്കെടുത്തേ പറ്റുള്ളൂ. അതെടുത്തില്ലെങ്കിൽ +2 നിങ്ങൾ +1 പോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി നിങ്ങൾ ബുദ്ധിമുട്ടും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് +2 നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വാങ്ങിച്ച പല കുട്ടികളും നമ്മുടെ ഉയരെ ബാച്ചിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അവരുടെ ഇൻ്റർവ്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അവരെങ്ങനെയാണ് പഠിച്ചതെന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇയർ നന്നായിട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ, അങ്ങനെ നന്നായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. മക്കളെ എക്സാമിനറിൻ്റെ ഫാക്കൽറ്റിയോടൊപ്പം റെഡി ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യുക. താഴെ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇയറിലെ ബാച്ചിൽ നമുക്ക് കാണാം.